അങ്ങനെ നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ലഭിച്ച നമ്മുടെ ഈ പറയുന്ന പോലെ വേൾഡ് കപ്പുമായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീം നാട്ടിലോട്ട് എത്തുന്നത് കാത്തിരിക്കുകയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഇന്ത്യക്കാർ. അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ള അവർ ഇന്ത്യയിലോട്ട് കാല് കുത്തുമ്പം എങ്ങനെയാണ് അവരെ സ്വീകരിക്കാൻ പോകുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ എക്സൈറ്റഡോടെ തന്നെയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ക്യാപ്റ്റനും ഈ പറഞ്ഞ ടീമും നമ്മുടെ ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റുകളിലും ഈ ട്രോഫിയായിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ അത് വളരെ എന്താ പറയുന്നത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അത് പോസിബിൾ ആണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ കാലുകുത്തുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ എന്താകും കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വളരെയധികം എക്സൈറ്റഡോടെ തന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മത്സരം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും ശനിയാഴ്ചയാണ് മത്സരം കഴിഞ്ഞത്. അപ്പം ഇതിപ്പോൾ തിങ്കളാഴ്ച ആയിട്ട് പോലും അവിടുന്ന് അവർ യാത്ര തിരിച്ചിട്ടില്ല. കാരണം അവർ ബാർബഡോസിൽ തന്നെ സ്റ്റക്കായി പോയെന്നുള്ളൊരു കാര്യം നിങ്ങളൊക്കെ നമ്മുടെ റാഫ്റ്റോ ക്രിക്കറ്റ് ആ ചാനലിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം റാഫിക്ക അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പം അവർ എന്ന് നാട്ടിലോട്ട് എത്തും എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മുടെ റാഫിക്ക പറഞ്ഞതുപോലെ തന്നെ ബാർബഡോസിൽ നിന്നും നേരെ ന്യൂയോർക്ക്, അവിടുന്ന് ദുബായ്, അവിടുന്ന് മുംബൈ, അങ്ങനെയായിരുന്നു ഈ തിരിച്ചുള്ള അവരുടെ ഫ്ലൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ റാഫിക്ക പറഞ്ഞതുപോലെ തന്നെ അവിടെ വലിയ ശക്തമായിട്ടുള്ള ഒരു കാറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ 210 km/h കാറ്റ് വീശുന്നത്. അപ്പം നല്ല ശക്തമായിട്ടുള്ളൊരു കാറ്റ് തന്നെയാണ്. അതുകൊണ്ട് എയർപോർട്ട് ഇപ്പം എന്താ പറയുന്നത് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിലല്ല. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ആ പ്ലാൻ അവർ മാറ്റിയിട്ടുണ്ട്. അത് തന്നെയല്ല, നരേന്ദ്രമോദി ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയായിട്ടൊരു മീറ്റിങ്ങും ഇപ്പം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം 70 ആൾക്കാരോളം ഉണ്ട് നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതിൻ്റെ ടെക്നീഷ്യൻസും ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് ടീമിൻ്റെ കോച്ചസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഫാമിലി എല്ലാവരും കൂടെ കൂട്ടി 10-70 പേരോളം ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടുന്ന് ഡയറക്റ്റ് ഒരു ചാർട്ടർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ ബാർബഡോസിൽ നിന്ന് നേരെ ഈ പറയുന്ന പോലെ നമ്മുടെ ന്യൂഡൽഹിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്, ഇന്ദിരാഗാന്ധി എയർപോർട്ടിലോട്ട് ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ച് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ജൂലൈ 2 നമ്മുടെ ഇന്ത്യൻ ടീം നമ്മുടെ കപ്പുമായിട്ട് നമ്മുടെ നാട്ടിലെത്താൻ പോകുന്നത്. വളരെയധികം ആകാംക്ഷയോടെ തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ന്യൂഡൽഹിയും ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞു അവരെ സ്വീകരിക്കാൻ. എന്താകും, എങ്ങനെയാകും? ഇപ്പം തന്നെ ഈ കളി നടന്ന ആ നൈറ്റ് തൊട്ട് പിറ്റേ ദിവസം വൈകിട്ട് വരെയും ശക്തമായിട്ടുള്ള നമ്മളൊക്കെയും എന്താ പറയുന്നത് അത്രയും ഇമോഷണലി നമ്മൾ ആഘോഷിച്ചിട്ടുള്ള, അപ്പം അതിൻ്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടന്നു, എവിടെയൊക്കെ നടന്നു, എന്തൊക്കെ പ്രത്യേകതകളിലൂടെ ആഘോഷങ്ങളൊക്കെ നടന്നു എന്നുള്ള വിഷ്വൽസൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഇമോഷണലാണ്. എത്രയോ പേര് ഈ ക്രിക്കറ്റിൻ്റെ റിവ്യൂസ് പറയുന്നവരാണെങ്കിൽ പോലും ഇന്ത്യയുടെ വിജയം ശരിക്കും പറഞ്ഞാൽ അവരുടെ എന്താ പറയുക കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് അവർ ആ റിവ്യൂ പറയുന്നതും എടുക്കുന്നതൊക്കെയും. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ മുൻ ഇന്ത്യൻ താരങ്ങളൊക്കെയാണേലും അശ്വിൻ്റെ ചാനലിൽ അവർ നൈറ്റിട്ട ആ വീഡിയോയ്ക്ക് അത് റോബിൻ കരയുന്നുണ്ട്, അശ്വിൻ കരയുന്നുണ്ട്, ഇർഫാൻ പത്താൻ ഇതുപോലെ തന്നെ ചാനലിൻ്റെ ഒരു ഇതിൽ കരയുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പേര്, അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർ, നമ്മുടെ മറ്റുള്ള എല്ലാ ക്രിക്കറ്റ് ആരാധകരും ലോകത്തിൻ്റെ എമ്പാടുമുള്ള ആരാധകരും ഒക്കെ പലയിടത്തു നിന്നും അവരുടെ ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ഇതിന് തൊട്ട് പിന്നാലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ ഇന്ത്യൻ ടീം തിരിച്ച് നാട്ടിലോട്ട് എത്തുകയാണ്. അത് ശരിക്കും പറഞ്ഞ് നമ്മുടെ വീണ്ടും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയ്ക്ക് അടക്കി ഭരിക്കാൻ പോകുന്ന വീഡിയോസ് ഇനി ഇറങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യൻ ടീം വന്നു കഴിഞ്ഞാൽ ആ ട്രോഫിയുമായിട്ടുള്ള പോക്ക്, അപ്പോൾ ആ റോഡും ബഹളവും ആൾക്കാരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ജനത്തിരക്ക്, ഒരു സെലിബ്രേഷൻ ഇന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അതിന് ശേഷം അതിൻ്റെയും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.